നമസ്കാരം. പരമശിവനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 ശിവചിത്രങ്ങളാകുന്നു. ഈ 2 ശിവചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്നതായ 2 ശിവചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ശിവചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ ശിവചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ജീവിതത്തിൽ പലപ്പോഴും പല വിധത്തിലുള്ള സന്തോഷങ്ങൾ വന്നു ചേരുന്നു എങ്കിൽ പോലും പിന്നീട് വീണ്ടും പല ദുഃഖങ്ങളിലേക്കും വഴിമാറിപ്പോകുന്നു. അത്തരം പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നതാണ് വാസ്തവം. അതിൽ അതീവ ദുഃഖിതരായ വ്യക്തികളാണ് നിങ്ങൾ. കാരണം പലപ്പോഴും സന്തോഷം നിലനിർത്തുവാൻ സാധിക്കാത്തതായ സാഹചര്യം. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറഞ്ഞിരിക്കുന്നതായ ചില കാര്യങ്ങൾ പോലും അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സന്തോഷം നൽകുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും. സൗഭാഗ്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നുകൊണ്ടേയിരിക്കാം. ഇടവിട്ട് സൗഭാഗ്യം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിലൂടെ ആ സൗഭാഗ്യം നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ അവ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും തന്മൂലം അത് സൗഭാഗ്യങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നതാണ്. കൂടാതെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്നു ചേരുമ്പോഴും നിങ്ങൾ നടത്തുന്നതായ ആത്മാർത്ഥമായി നടത്തുന്നതായ ആ ശ്രമങ്ങൾ വിജയം കാണും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ചെറിയ ശ്രമങ്ങൾ നടത്തിയാൽ പോലും പല കാര്യങ്ങളിലും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അത്തരത്തിൽ മുന്നോട്ട് നീങ്ങിയാൽ ഏത് കാര്യത്തിലും ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇപ്പോൾ അനുകൂലമല്ലാത്തതായ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരും. കഴിവുള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പല കാര്യങ്ങളിലും അത് പ്രകടിപ്പിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ, ശരിയായ രീതിയിൽ അത്തരം കാര്യങ്ങൾ വിനിയോഗിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് മാറണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. ആ ആഗ്രഹം ഫലം കാണും എന്ന കാര്യം ഓർക്കുക. ആത്മവിശ്വാസത്തോടെ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ക്രമേണ കാര്യങ്ങൾ അനുകൂലമായി തീരും. കൂടാതെ പല കാര്യങ്ങളിലും ഒതുങ്ങിക്കൂടുവാൻ താല്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ അത് പാടുള്ളതല്ല. നിങ്ങളുടെ കഴിവുകൾ ശരിയായ രീതിയിൽ പ്രകാശിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. തന്മൂലം നിങ്ങൾക്ക് ഉയർച്ചയാണ് വന്നു ചേരുക. ഒരു കാര്യത്തിലും മടിച്ച് നിൽക്കുവാൻ പാടുള്ളതല്ല. ചില കാര്യങ്ങൾ പിന്നീട് ചെയ്യാം എന്ന ചിന്ത പലപ്പോഴും മനസ്സിലേക്ക് കടന്നു വരുന്നതാണ്. അത്തരം കാര്യങ്ങൾ പാടുള്ളതല്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അകന്നു നിൽക്കുന്നതായ കാര്യങ്ങൾ പോലും ഭഗവാന്റെ അനുഗ്രഹത്താൽ അനുകൂലമായി തീരാം. അതിനാൽ തീർച്ചയായും ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. കഴിവുകൾ പരമാവധി ഈ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതും അനിവാര്യമാകുന്നു. നല്ല മനസ്സിന്റെ ഉടമകളാണ് നിങ്ങൾ. മറ്റുള്ളവരെ ആത്മാർത്ഥമായി സഹായിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയാകുന്നു. നല്ല അറിവും
കഴിവും കാര്യപ്രാപ്തിയുമുള്ളവരാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് തെളിയിക്കുവാൻ, മറ്റുള്ളവർക്ക് മുൻപിൽ തെളിയിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുകയും എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ പലപ്പോഴും പുറകിലേക്ക് പോവുകയോ അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്ന രീതി നിങ്ങൾക്കുണ്ട്. അത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തം കാര്യത്തിനും വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നിങ്ങളെ മറ്റുള്ളവർ സഹായിക്കാത്തതായ അവസ്ഥ, നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായം നൽകാത്തതായ അവസ്ഥയുണ്ട്. അതിൽ വളരെയധികം വിഷമിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. സ്നേഹം തിരികെ ലഭിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ ശരിയായ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അവരുമായി ബന്ധപ്പെട്ട് ബിസിനസ് പരമായും തൊഴിൽപരമായും വിദ്യയിലാണ് എങ്കിലും ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. നൽകുന്നതായ സ്നേഹം തിരികെ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരും. ഈ സമയം ഭഗവാനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. രണ്ടാമത്തെ ശിവചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ പല കാര്യങ്ങളും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരാണ്. അത്തരം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും ലഭിക്കാത്തതോ നിലനിൽക്കാത്തതോ ആയ സാഹചര്യമാണ് ഉള്ളത്. അതിൽ ആദ്യത്തേതായ കാര്യം സമാധാനമാണ്. സമാധാനം കാക്ഷിക്കുന്നവരാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അത് ജീവിതത്തിൽ പലപ്പോഴും നിലനിർത്തുവാൻ പ്രയാസപ്പെടുന്നവരാണ് എന്ന് പരാമർശിക്കാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകി മുന്നോട്ട് പോകുവാൻ ശ്രമിച്ചാലും പലപ്പോഴും അത് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. പണം ശരിയായ രീതിയിൽ അല്ലെങ്കിൽ നിലനിൽക്കുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ സാഹചര്യമോ ഉണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് അനുകൂലമാകുന്ന പല കാര്യങ്ങളും തടഞ്ഞു വച്ചിരിക്കുന്നതായ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നതായ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. ഏത് കാര്യവും രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും തന്മൂലം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട പലവിധ തെറ്റായ കാര്യങ്ങളും പ്രത്യേകിച്ചും തർക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട ആ ദോഷകരമായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഒഴിഞ്ഞു പോവുകയും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുകയും ചെയ്യും. അത് ഭഗവാന്റെ അനുഗ്രഹത്താലാകുന്നു. വളരെ അനുകൂലമായ കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുകയും എന്നാൽ അപ്രതീക്ഷിതമായി തിരിച്ചടികൾ നേരിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. ലളിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് പരാമർശിക്കാം. എത്ര തന്നെ സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ പോലും സൗമ്യമായ ജീവിതമാണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിച്ച് പോകുവാൻ താല്പര്യപ്പെടുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. കഴിവുകൾ ഉണ്ട് എങ്കിൽ പോലും അത് വിനിയോഗിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം. നിങ്ങളുടെ കാര്യപ്രാപ്തി പല കാര്യങ്ങളിലും അത് പ്രകടമാകുന്നു എങ്കിൽ പോലും ചില വ്യക്തികൾ അത് അംഗീകരിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ കഴിവുകൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്താം. ഉയർച്ച നിങ്ങളെ തേടിയെത്താം. പല കാര്യങ്ങളും മറഞ്ഞിരിക്കുന്നതായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് വിചാരിക്കുന്നതായ പല കാര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ അല്ലെങ്കിൽ വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. സ്വന്തം കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് എങ്കിൽ പോലും സ്വന്തം കാര്യത്തിനും പ്രാധാന്യം നൽകണം. കൂടാതെ സ്വന്തം കാര്യം കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവരെ സഹായിക്കുക എന്ന ഒരു കാര്യം നിങ്ങളിലില്ല. അത് നിങ്ങളുടെ നല്ല മനസ്സിനാൽ സംഭവിക്കുന്നതാണ്. ഇത് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ വിനയായി മാറാറുണ്ട് എന്നതും വാസ്തവമാണ്. അനുകമ്പ നിങ്ങൾക്കുണ്ട്. അതിനാൽ മറ്റുള്ളവരാൽ ചതിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളെ മുതലെടുക്കുവാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ മുതലെടുത്തവരുണ്ട് എന്നതാണ് വാസ്തവം. അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുമുണ്ട്. എന്നാൽ ഇനി മുതൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
ആ വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരും. ഏവരിലും നന്മ കാണുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അവരുടെ തിന്മ, അത്തരത്തിലൊരു വശം നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അത് നിങ്ങൾക്ക് വിനയായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. ഏവർക്കുമിടയിൽ ഒരു സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങൾ മാറും. അത്യാഗ്രഹം ഇല്ലാത്തവരാണ് നിങ്ങൾ. നിങ്ങളുടെ നല്ല മനസ്സ് മറ്റുള്ളവർ തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിസ്വാർത്ഥമായ പ്രവർത്തനം അംഗീകരിക്കപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വലിയ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. താൽക്കാലികമായ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിച്ച്, ഭഗവാന്റെ അനുഗ്രഹത്താൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും.